5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. സാർ, തിരുവാഭരണത്തെ പോലെ തോന്നിപ്പിക്കുന്ന മുക്കുപണ്ടം തിരിച്ചു തന്ന് ജനകനും പാറുവും ദേവിയെയും നാട്ടുകാരെയും പറ്റിച്ചെന്ന് നാളെ ആരും പരാതി പറയരുത്. ഇത് ശങ്കരൻകുട്ടി സ്വർണ്ണപ്പണിക്കാരനാ. ഇയാളെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് യഥാർത്ഥ തിരുവാഭരണം തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിക്കോളൂ. പരിശോധിക്കേ. സാറേ, ഇത് തനി തങ്കം തന്നെയാ സാറേ. ഒരു കലർപ്പും ഇല്ലാത്ത തനി തങ്കം. നമുക്ക് ജനക, നീ നിന്റെ മകളും ഇത് ചെയ്യില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞപ്പോ ഞാനും നിങ്ങളെ സംശയിച്ചു പോയി. ക്ഷമിക്ക് ജനക. ജനക ചേട്ടാ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. ഞങ്ങളോട് ക്ഷമിക്കേ. നിങ്ങളോടെല്ലാവരോടും ഞാൻ ക്ഷമിക്കണമല്ലേ? ആരുടെയും 10 പൈസ പോലും ഞാനും എന്റെ കുടുംബവും കട്ടിട്ടില്ല എന്ന് കരഞ്ഞു പറഞ്ഞതല്ലേ ഞാനും എന്റെ മോളും? അപ്പൊ നിങ്ങളെന്താ പറഞ്ഞേ? ഗതിയില്ലാത്ത ജനകൻ കട്ടതിൽ അത്ഭുതമില്ലാന്ന്. എന്നെ കൊണ്ടുപോയി ജയിലിലിടാൻ പറഞ്ഞതല്ലേ നിങ്ങൾ? എന്നിട്ട് ഞാൻ ക്ഷമിക്കണമത്രേ. ക്ഷമിക്കാൻ കഴിയുമോ ഞങ്ങൾക്ക്? നിങ്ങൾ പറ. ജനകനും കുടുംബത്തിനും ഗതിയില്ല. സത്യം തന്നെ. ഗതിയില്ലാത്തവർക്ക് ദൈവഭയവും സത്യവും ആത്മാർത്ഥതയും ഒന്നും ഉണ്ടാവില്ലെന്ന് വിശ്വസിച്ച് നിങ്ങൾ അത് തിരുത്തണം. ജനകൻ കള്ളനാണെന്ന് ഏറ്റവും ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഈ രുദ്രപ്രതാപനാ. ഈ നാട്ടിൽ ഒരേ ഒരു കള്ളനെ ഉണ്ടായിരുന്നുള്ളൂ. ദേവിയുടെ തിരുവാഭരണം പോലും കക്കാൻ മടിയില്ലാത്ത ഒരേ ഒരു കള്ളൻ, ഇവന്റെ അച്ഛൻ പ്രതാപൻ. എടോ തന്നെ കയ്യാങ്കളിയൊന്നും വേണ്ട. നീ കള്ളക്കഥ കെട്ടിച്ചമച്ച് ഈ നിരപരാധികളെ കഴിവേറ്റാൻ ശ്രമിച്ചില്ലേ? നീ പറയുന്നത് മുഴുവൻ ഒരക്ഷരം എതിർത്ത് പറയാതെ കേട്ട് നിന്നവരായി നിൽക്കുന്നവരൊക്കെ ഇനി ഇവര് സത്യങ്ങൾ ഓരോന്നായിട്ട് വിളിച്ചു പറയും. നീ മിണ്ടാതെ കേട്ട് നിന്നോണം. തിണ്ണമെടുക്കും കൈക്കരുത്തും കാണിക്കാൻ വരരുത്. വന്ന ഞങ്ങളുടെ കൈക്കരുത്തും ഞങ്ങളും കാണിച്ചു തരും. താങ്ങില്ല നീ. നിന്നെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചിട്ടേ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോവും. അന്ന് ആ പെരുങ്കളനെ കയ്യും കാലും വരിഞ്ഞു കെട്ടി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയതിന്റെ ശിക്ഷയാണ് രുദ്രപ്രതാപ് എനിക്ക് നൽകാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ രുദ്രപ്രതാപ, നീ തോറ്റുപോയി. അന്ന് നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ദേവിയുടെ തിരുവാഭരണം ഞാൻ വീണ്ടെടുത്തു. ഇന്ന് എന്റെ മോള് കള്ളന്മാരുടെ കയ്യിൽ നിന്നും തിരുവാഭരണം വീണ്ടെടുത്തു. നീ തോറ്റുപോയി രുദ്രപ്രതാപ. കാശിന്റെയും ആൾബലത്തിന്റെയും അധികാരത്തിന്റെയും ഹുങ്ക് കാട്ടി ഈ നാട്ടിൽ മതിച്ചു കിടന്ന നീ ഒരു പെണ്ണിന്റെ മുമ്പിൽ, കാശും മുതലും സ്വന്തം വീട് പോലും ഇല്ലാത്ത ഒരു കൊച്ചു പെണ്ണിന്റെ മുമ്പിൽ, എന്റെ പാറുവിന്റെ മുമ്പിൽ നീ മൂക്കും കുത്തി വീണുപോയി. ജനക, പറ്റിപ്പോയി. അല്ലാതെ വേറെ എന്താ ഞാൻ പറയുക? ക്ഷമിക്ക് ജനക. ഈ തിരുവാഭരണം എല്ലാം എടുത്ത് ലോക്കറിൽ വെക്ക്. തിരുമേനി, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അച്ഛന് പറയാനുള്ളത് അച്ഛനും പറഞ്ഞു. എനിക്കും പറയാനുണ്ട്. അതുകൂടി കേട്ടിട്ട് എല്ലാവരും പോയാൽ മതി. തിരുവാഭരണം തിരിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് തന്നത് 24 മണിക്കൂറായിരുന്നു. എടുത്തിട്ടില്ലാത്ത തിരുവാഭരണം ഞങ്ങൾ എങ്ങനെ തിരിച്ചേൽപ്പിക്കുന്ന ഞങ്ങൾ ചോദിച്ചപ്പോ അത് കേൾക്കാനുള്ള മനസ്സ് പോലും നിങ്ങൾ കാണിച്ചില്ല.
അത് ജനകന്റെയും പാറുന്റെയും ബാധ്യത എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും നെഞ്ചും വിരിച്ചു നിന്നു. രണ്ടു ഭൂലോക കള്ളന്മാരെ കയ്യോടെ പിടികൂടിയെന്ന അഭിമാനത്തോടെ, അഹങ്കാരത്തോടെ. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലാ ഈ പാറു വളർന്നത്. ഇച്ചിരി ഉള്ളപ്പോ തൊട്ട് എന്നെ കാണുന്നതാ നിങ്ങൾ എല്ലാവരും. പാറു എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യില്ലാന്ന് കൃത്യമായി അറിയാവുന്നവര്. എന്നിട്ടും നിങ്ങൾ എല്ലാവരും എന്നെ സംശയിച്ചു. പാറു ഒരിക്കലും അത് ചെയ്യില്ലെന്ന് പറഞ്ഞ് എന്റെ കൂടെ നിന്നത് എന്നെ ഇന്നലെ മാത്രം പരിചയപ്പെട്ട പ്രിയൻചേട്ടനും കൈലാസ് സാറും മാത്രം. തിരുവാഭരണങ്ങൾ പോയ വഴി കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ചതും ഇവരാ. ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നത് ഇവര് കാരണ. നിങ്ങൾ അനുവദിച്ച 24 മണിക്കൂറിനുള്ളിൽ തന്നെ തിരുവാഭരണം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചു. അച്ഛനോട് മാപ്പ് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൈ കഴുകുകയും ചെയ്തു. അച്ഛൻ പാവം നിങ്ങളുടെയൊക്കെ മാപ്പ് സ്വീകരിച്ച് എല്ലാരോടും ക്ഷമിക്കുകയും ചെയ്തു. പക്ഷെ ജനകനും പാറുവാണ് തിരുവാഭരണം മോഷ്ടിച്ചതെന്ന് ഏറ്റവും ഉറക്കെ പറഞ്ഞ രുദ്രപ്രതാപൻ ഞങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടില്ല. എന്നോടും അച്ഛനോടും ഇയാള് മാപ്പ് പറയണം. അതുകൂടി കേട്ടിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവൂ. നിങ്ങളും ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. മുതലാളിയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. മുതലാളി ചെയ്തതിൽ എന്താ തെറ്റ്? തിരുവാഭരണ മോഷണം പോയാൽ സംശയിച്ച് പോലീസിൽ വിവരം കൊടുക്കേണ്ടത് ഉത്സവം നടത്തിപ്പുകാരനെന്ന നിലയിലെ മുതലാളിയുടെ കടമയല്ലേ? മുതലാളി അതേ ചെയ്തോളൂ. അതിനെന്തിനാ മുതലാളി മാപ്പ് പറയുന്നത്? സംശയിക്കുന്നവരെ കുറിച്ച് പോലീസിൽ വിവരം കൊടുക്കേണ്ടത് ഉത്സവം നടത്തിപ്പുകാരന്റെ കടമ. അത് സമ്മതിക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ഉത്സവം കാണാൻ വന്നിട്ടുണ്ടാവും. അവരെ ആരെയും സംശയിക്കാതെ ഇയാൾ എന്നെയും അച്ഛനെയും മാത്രം സംശയിച്ചത് എന്തുകൊണ്ടാ? രുദ്രപ്രതാപനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഇയാള് തന്നെ അതിന് മറുപടി പറയും. അത് മുതലാളി നിങ്ങളെ... മറുപടി ഇല്ലല്ലേ? മറുപടി ലളിതമാണ്. അവരാരും ഇയാളുടെ ശത്രുക്കളല്ല. ഈ നാട്ടിൽ ഇയാളുടെ ശത്രു ജനകനും കുടുംബമാ.